മരത്തണലിന്റെ കുളിർമയിൽ അക്ഷരക്കൂട്ടുകളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന കുരുന്നുകൾ. കണ്ണൂർ ഇരിക്കൂർ പെരുവളത്തുപറമ്പ് റഹ്മാനിയ ഓർഫനേജ് ALP സ്കൂളിലെ കാഴ്ചയാണിത്. കൂടുതലും യാത്രക്കിടയിലും പിന്നെ രാത്രി ഇരുന്ന് വായിക്കും. രാത്രി വന്നാൽ എത്ര വൈകിയാലും വായിക്കും. രാവിലെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ പോയപ്പോൾ എനിക്ക് 2 മണിക്കൂർ കിട്ടി. പിന്നെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത്. അപ്പോൾ ഞാൻ അരുന്ധതി റോയുടെ പുതിയ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VD സതീശൻ നൽകിയ ഒരു അഭിമുഖമാണ് ഈ മാറ്റത്തിന് വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ വായനാനുഭവങ്ങൾ കേട്ടറിഞ്ഞ സ്കൂളിലെ അധ്യാപകർ ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെയും നല്ല വായനക്കാരാക്കിക്കൂടാ? അങ്ങനെയാണ് പത്രവായനയിൽ തുടങ്ങി ചെറുകഥകളിലൂടെ സഞ്ചരിച്ച് പുസ്തകങ്ങളിലേക്കും നോവലുകളിലേക്കും കുട്ടികൾ വളർന്നത്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കാണാനായപ്പോൾ ഞങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തത് മക്കളുടെ ആ വായനയെക്കുറിച്ചാണ്. മക്കളുടെ വായന ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി. കാരണം ഒരു നേതാവിനെ സൃഷ്ടിച്ചെടുക്കുന്നത് പരന്ന വായനയാണ്. ഒരു മികച്ച വായനക്കാരനാണ് ഏറ്റവും നല്ല നേതാവായി മാറുക. അപ്പം അതുകൊണ്ട് തന്നെ ആ VD സതീശൻ എന്ന ഒരു മഹാനേതാവിനെ ഇങ്ങനെയാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ വായനയാണ്. വെറുതെ വായിക്കുകയല്ല, വായന ഒരു മത്സരമായി തന്നെ ഇവർ ഏറ്റെടുത്തു. അധ്യാപകർ പ്രഖ്യാപിച്ച സ്വർണ്ണ മെഡലിനായി കുട്ടികൾ മത്സരിച്ച് വായിച്ചു. വെറും 3 മാസം കൊണ്ട് ഈ കൊച്ചുമിടുക്കന്മാരും മിടുക്കുകളും വായിച്ചു തീർത്തത് 1000ഓളം പുസ്തകങ്ങളാണ്. അതിൽ 4ാം ക്ലാസ്സുകാരി ജുമാന ഫാറൂഖ് വായിച്ചത് 74 പുസ്തകങ്ങൾ. VD അങ്കിളിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതാൻ തുടങ്ങിയത്. കുറേ നോവൽ പോലത്തെ പുസ്തകം ഇഷ്ടമാണ്, ചെറിയ ഇഷ്ടമാണ്, സചിത്ര ബാലകഥകളൊക്കെ ഇഷ്ടമാണ്. ഒരുപാട് കാണിക്കേണ്ട അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നാളെ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടെ ഈ മരത്തണിലിരുന്ന് കുഞ്ഞുങ്ങൾ നാളെയുടെ കേരളം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24.